ഇറാനെ പേടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു ഒളിച്ചോട്ടമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്തകളിൽ നിറയുന്നത്. ലോക പോലീസിന്റെ സുരക്ഷ വീണ്ടും വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണോ? പറഞ്ഞു വരുന്നത്, തുർക്കിയിലെ നാറ്റോ ഉച്ചകോടിക്ക് ശേഷം മടങ്ങവേ ഇറാന്റെ വധഭീഷണിയെ തുടർന്ന് ട്രംപിന് അതീവ രഹസ്യമായി വിമാനം മാറി സഞ്ചരിക്കേണ്ടി വന്നുവെന്നതിനെ കുറിച്ചാണ്. എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ പോലും വിറപ്പിച്ച മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ട്രംപിന്റെ ഓരോ ലൊക്കേഷനും ഇറാന്റെ ഏജന്റുമാർ കൃത്യമായി ചോർത്തുന്നുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ട്രംപിനെ ഭയപ്പെടുത്തിയതും. അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവിട്ട റിപ്പോർട്ടുകളിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. തുർക്കിയിൽ ട്രംപ് താമസിച്ചിരുന്ന കെട്ടിടം ഏതാണെന്നും അതിലെ ഏത് നിലയിലാണ് അദ്ദേഹം തങ്ങിയിരുന്നതെന്നും വരെ ഇറാന്റെ ഏജന്റുമാർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇതുകൂടാതെ ട്രംപ് സഞ്ചരിച്ചിരുന്ന വിമാനത്തിന് നേരെ തോളിൽ വെച്ച് പ്രയോഗിക്കാവുന്ന മിസൈൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന അതീവ ഗൗരവമുള്ള മുന്നറിയിപ്പും ലഭിച്ചു. ഉച്ചകോടി നടന്ന വേദിയുടെ സമീപത്ത് സമാനമായ ആയുധവുമായി ഒരാളെ കണ്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അമേരിക്കൻ ഇന്റലിജൻസിന് പുറമെ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളും ഈ ഭീഷണി സ്ഥിരീകരിച്ചതോടെയാണ് വിമാനം മാറ്റാനുള്ള അടിയന്തര തീരുമാനം കൈക്കൊണ്ടത്. ഖത്തർ നൽകിയ വിമാനത്തിലായിരുന്നു ട്രംപ് അങ്കാറയിൽ എത്തിച്ചേർന്നത്. എന്നാൽ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ആ വിമാനത്തിൽ പൂർണ്ണമല്ലായിരുന്നതും ആശങ്ക ഇരട്ടിയാക്കി. തുടർന്ന് ക്യാമറകളുടെയും ലോകത്തിന്റെയും കണ്ണുവെട്ടിക്കാൻ US സീക്രട്ട് സർവീസ് ഒരു സിനിമാ കഥയെ വെല്ലുന്ന നാടകീയ നീക്കമാണ് നടത്തിയത്. മടങ്ങാനായി വിമാനത്താവളത്തിലെത്തിയ ട്രംപിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിലേക്ക് കയറ്റി. എന്നാൽ വിമാനത്തിനുള്ളിൽ വെച്ച് ആരും കാണാതെ അദ്ദേഹത്തെ ഒരു കാറ്ററിംഗ് ട്രക്കിന്റെ കണ്ടെയ്നറിനുള്ളിലേക്ക് മാറ്റി പുറത്തെത്തിച്ചു. അവിടെ നിന്ന് അമേരിക്കൻ വ്യോമസേനയുടെ C-32A എന്ന ചെറു സൈനിക വിമാനത്തിലേക്ക് ട്രംപിനെയും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിനെയും അതീവ രഹസ്യമായി കയറ്റി ബ്രിട്ടനിലേക്ക് അയക്കുകയായിരുന്നു. ഈ സമയം അത്രയും മാധ്യമപ്രവർത്തകരും വൈറ്റ് ഹൌസ് ജീവനക്കാരും കരുതുന്നത് ട്രംപ് പഴയ വിമാനത്തിൽ തന്നെയുണ്ടെന്നാണ്. ജനൽ കർട്ടനുകൾ താഴ്ത്തിയിടാൻ കർശന നിർദ്ദേശം നൽകി ഇവരെ സുരക്ഷാ വിഭാഗം പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. എന്നാൽ പതിവ് ശൈലിയിൽ സ്വന്തം സുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ വിമാനം മാറിയതെന്ന് പറഞ്ഞ് പുകമറ സൃഷ്ടിക്കാൻ ട്രംപ് ആവുന്നതും ശ്രമിക്കുന്നുവെന്നതാണ് മറ്റൊരു കാര്യം. എന്നാൽ ലോകത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റിന് സ്വന്തം നീക്കങ്ങൾ ശത്രുരാജ്യം ചോർത്തുന്നത് കാരണം ഒരു കാറ്ററിംഗ് ട്രക്കിൽ ഒളിച്ചോണ്ടേണ്ടി വരുന്നു എന്നത് അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങളുടെ വലിയൊരു വീഴ്ച തന്നെയാണ്. വിദേശ നയങ്ങളിലെ ആലോചനയില്ലാത്ത നീക്കങ്ങളും ശത്രുത വളർത്തുന്ന പ്രസ്താവനകളും ഭരണാധികാരികളുടെ സ്വന്തം സുരക്ഷയ്ക്ക് പോലും എത്രത്തോളം ഭീഷണിയാകുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഈ സംഭവം.